ഒരു ചെടി നല്ലപോലെ വളരാനും നിറച്ചു പൂവിട്ട് നിൽക്കാനും ഇല്ലാത്ത ആരാല്ലേ ഉള്ളത്? അപ്പോൾ അവർക്ക് പറ്റിയൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാവേ. NPK എന്ന് പറയും. NPK എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഇത് മൂന്നും അടങ്ങിയ സംഭവങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ചെടിക്ക് എല്ലാവിധ വളങ്ങളും ആയി കഴിഞ്ഞു. അതായത് നൈട്രജൻ എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, കോഴിക്കാട്ടം, അതുപോലെ തന്നെ ഗോമൂത്രം. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ചീമക്കൊന്നയുടെ ഇല ഉണ്ടല്ലോ, ചീമക്കൊന്നയുടെ ഇല കിട്ടിക്കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് വളമായി കഴിഞ്ഞാൽ ധാരാളം നൈട്രജൻ ആയിട്ടോ. ഇനി ഫോസ്ഫറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുപൊടിയിൽ ധാരാളം ഫോസ്ഫറസാണ്. ഏറ്റവും ബെസ്റ്റ് ഒരു വളമാണ് എല്ലുപൊടി. അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി വളരാനും അതുപോലെ നിറച്ച് കുഞ്ഞു കുഞ്ഞു തളിരുകൾ വരാനും ഇലകൾ വരാനും ഒക്കെ നല്ലതാണ്. ഇനി പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ചാരമുണ്ടല്ലോ, ചാരത്തിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുണ്ട്. അതായത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച വിറകിൻ്റെ ചാരമല്ല, അല്ലാത്ത ചാരം എടുത്തിട്ട് 1 മാസമൊക്കെ പഴക്കമുള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും. ആ ചാരം ചേർത്തിടുവാണെങ്കിൽ നമുക്ക് പൊട്ടാഷുമായി. ഇനി ഇതില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, പഴത്തിൻ്റെ തൊലി ഉണ്ടല്ലോ, ഏത്തപ്പഴത്തിൻ്റെ തൊലി അത് ഉണക്കി പൊടിച്ചിടുക, അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ചിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പൂവ് ഉണ്ടാകാൻ ഏറ്റവും നല്ലത്. ഇനി NPK എന്ന് പറഞ്ഞാൽ 3 കൂട്ടരും കൂടി ഉള്ള ഒരു സംഭവമാണ് കടലപ്പിണ്ണാക്ക്. 3 ദിവസം പുളിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് വളമാണ്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.